എല്ലാ ദിവസവും ആക്സിഡൻ്റാണ്. മിക്കവാറും എല്ലാ ദിവസവും ആക്സിഡൻറ്റുകളുണ്ട്. റോഡെന്ന് പറഞ്ഞാൽ ഈ സൈഡിലേക്ക് ചരിച്ചിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ മഴ ചാറിക്കഴിഞ്ഞാൽ അപ്പം ആക്സിഡൻ്റാണ്. അത് കഴിഞ്ഞ കൊല്ലം ഇതുപോലെ സ്കൂൾ കുട്ടികൾ വരാൻ ഒരു 10 മിനിറ്റ് സ്കൂൾ കുട്ടികളെത്തി അവർ ബസ് സ്റ്റോപ്പിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് കഴിഞ്ഞ ഇതിൽ ആക്സിഡൻറ്റ് നടന്നു. കുറേ ചാനലുകളിൽ അതിൻ്റെ CCTV വന്നിട്ടുണ്ട്. അതിൽ ഫുൾ ആക്സിഡൻറ്റിൽ തന്നെ കുറേ അപകടങ്ങളും കുറേ വണ്ടികളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതൊരു വലിയ ദുരന്തം ആവേണ്ടതായിരുന്നു. അത് രക്ഷപ്പെട്ടു. പക്ഷേ ഇന്നലെ നടന്നതും ഇതുപോലെ തന്നെ. ആ സ്കൂൾ മഴ പെയ്താൽ ഈ റോഡ് വഴുക്കും. അതാണ് ഇവിടുത്തെ അവസ്ഥ. നിർമ്മാണം എന്ന് പറഞ്ഞാൽ വൺ സൈഡിലേക്ക് ചരിച്ചിട്ടാണ്. രണ്ട് സൈഡിലും ഡ്രൈനേജ് ഇട്ട് വാട്ടർ ലെവലിൽ ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം വരില്ലായിരുന്നു. റോഡിൻ്റെ ഏറ്റവും വലിയ അനാവശ്യമാണ് ഈ കാണുന്ന മണ്ണ് കണ്ടത്. അത് നടക്കും. അതിൻ്റെ അടിയിൽ പേവിങ് വെച്ചിട്ടുണ്ട്, കട്ട വെച്ചിട്ടുണ്ട്. ആ ഫുള്ള് മണ്ണ് വന്ന് തുറന്നിരിക്കുകയാണ്. ഇവർ ഈ ഡ്രൈനേജ് ചെയ്തതിൻ്റെ ഫാൾട്ടാണ്. പിന്നെ അതാ അവിടെ വലിയൊരു ഗർത്തുണ്ട്. ഈ വെള്ളം പോയി വീണിട്ട് ഗർത്തായതാ. ഈ ചാലിൽ കൂടെ വെള്ളം വരുന്നില്ല. ഇതൊക്കെ റോഡ് വേണ്ട അനാസ്ഥകളാണ്. പകുതി ഭാഗം മാത്രമേ ചാല് ചെയ്തിട്ടുള്ളൂ. പിന്നെ മഴ പെയ്ത റോഡ് ഒന്ന് സ്ലിപ്പ് ചെയ്യുക. ഞങ്ങളിത് സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. ഈ ഇടയ്ക്ക് ഒരു KSRTC മറിയുണ്ടായിരുന്നു ഇവിടെ. നമ്മൾ ലൈവായി കണ്ട ജസ്റ്റിലാണ് ആ വണ്ടി ഒന്ന് രക്ഷപ്പെട്ടു പോയത്. പിന്നെ അതിനുശേഷം കഴിഞ്ഞ ആഴ്ച അവിടെ ലോറി കറങ്ങിപ്പോയി. അങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ആരും അറിയാത്ത ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്. KSRTC പോലീസ് വണ്ടി അടക്കം മറിഞ്ഞിട്ടുണ്ട്. മുകളിൽ അട്ടപ്പാടി SI എന്തോയായിരുന്നു പോലീസ് വണ്ടി മറിഞ്ഞിട്ടുണ്ട്. ഒരാളുടെ തലയിൽ കൂടെ ലോറി കയറിയിട്ടുണ്ട്. നിരന്തരം ആക്സിഡൻ്റാണ്. ഇതൊന്നും പുറത്തു വന്നില്ല. ഇപ്പോൾ സ്കൂൾ കുട്ടികളായപ്പോൾ വന്നു. ഇത് റോഡിന് എന്തെങ്കിലും ചെയ്യാതെ ഇവിടെ ആക്സിഡൻറ്റ് നിൽക്കില്ല ഒരിക്കലും. ആ ട്രാൻസ്ഫോമർ ചോട്ടിൽ വലിയൊരു കറുത്തുണ്ട്. അവിടെ നിന്ന് വന്ന് എടുക്കാൻ പറ്റുമോ? ഇന്നലെ ഞങ്ങൾ എല്ലാവരും രക്ഷാപ്രവർത്തനത്തിനുണ്ടായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പറയുന്ന പോലെ വണ്ടികളും ആണെങ്കിലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ മഴ പെയ്താൽ റോഡിൻ്റെ സെൻറ്റർ വരെ വെള്ളം കയറും. ഇതാ ഈ കടക്കാരൻ അവിടെ അവൻ്റെ ചോദിച്ചു നോക്ക്, സെൻറ്റർ വരെയാണ് വെള്ളം. ഈ ചാലിൽ കൂടെ വെള്ളം പോകില്ല. ഈ ചാല അടങ്ങിയിരിക്കുകയാണ്. ഓൾറെഡി ഈ ചാല് ഫുള്ള് മണ്ണ് ഫില്ലിങ്ങാണ്. വെള്ളം മേലെ കൂടെ വന്നിട്ട് അതാ കൽവർട്ടിൻ്റെ അവിടെ വന്നിട്ട് കൽവർട്ടിൻ്റെ അടിയിൽ കൂടെ ഇപ്പോൾ വെള്ളം പോണത്. ആ കൽവർട്ട് ഇപ്പോൾ താഴ്ന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. അത്രയും വലിയ അനാവസ്ഥയാണ് ഈ റോഡ് പണിയിൽ നടന്നിരിക്കുന്നത്. ഇതിൻ്റെ പുറത്ത് കൂടെ വന്നിട്ടാണ് ഇതിൽ വെള്ളം നിറങ്ങിയത്. ഈ ബോർഡ് ഞങ്ങൾ വെച്ച ബോർഡാണ്. ഇവിടെ എല്ലാ ബൈക്കുകാർ വന്ന് വീണ്ടാറ് ഞങ്ങൾ വെക്കുന്ന ബോർഡാണ്. ഇതൊക്കെ ഞങ്ങൾ വർഷങ്ങളായിട്ട് ഞങ്ങൾ പറയുന്നതാണ്. ഇതൊക്കെ രക്ഷാപ്രവർത്തനത്തിന് ഞങ്ങൾ നാട്ടുകാർ ഒരുപാട് പേരുണ്ടായിരുന്നു. ആ മൂന്നാമതെടുത്ത കുട്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളത് മാന്തിയിട്ടാണ് വലിച്ചെടുത്ത്. ചളിയിൽ പൂന്തി കിടക്കുകയായിരുന്നു. ഒരാളെ പോലും രക്ഷിക്കാൻ പറ്റിയില്ല. ഈ റോഡ് നല്ല രീതിയിലായിരുന്നെങ്കിൽ ആ ഒരു ആക്സിഡൻറ്റ് ഇന്നലെ ഒഴിവാകുമായിരുന്നു. ഇതിൻ്റെ പേരിൽ ഈ നാട്ടുകാരെല്ലാവരും ഒരുപാട് പ്രാവശ്യം മണ്ണ് ഈ റോഡ് ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് സ്ഥലത്ത് പരാതികൾ കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ബിസിനസ് ചെയ്യാൻ വന്ന ഒരാളാണ്. പന്തലെട്ടി വരെ പ്രതിഷേധിച്ചത്. ഞാൻ ഇവിടെ ബിസിനസ് ചെയ്യാൻ വേണ്ടി വന്ന ഒരാളാണ്. പക്ഷേ ഇന്നലെ രക്ഷാപ്രവർത്തനത്തിന് ഒരുപാട് മെനക്കെട്ടു ഞങ്ങൾ. പക്ഷേ ആർക്കും ആ കുട്ടി എന്നോട് ലാസ്റ്റ് നിമിഷം വരെ സംസാരിച്ചു. ഇവിടുന്ന് ചരക്കപ്പടി എത്തുന്നവരെ ആ കുട്ടി സംസാരിച്ചു എന്നാണ് ആംബുലൻസ് ആൾ പറഞ്ഞത്. ഇവിടുന്ന് കയറ്റി വിടുമ്പോൾ ആ കുട്ടി എന്നോട് എന്തൊക്കെയോ പറയണ്ടേ, എനിക്ക് ക്ലിയർ ആയില്ല. പക്ഷെ എന്നിട്ടാണ് ആ ജീവൻ ഉണ്ടെന്ന് ഞങ്ങൾ കുറച്ച് പേര് താഴെ പോയതുകൊണ്ട് മാത്രമാണ് മനസ്സിലായത്. കൽടി കൊടുത്ത ഒരാളുണ്ടായിരുന്നു, ഞാനൊരാളുണ്ടായിരുന്നു. അപ്പോൾ താഴെ പോയിട്ടാണ് മനസ്സിലാക്കിയത് തന്നെ ആ കുട്ടിക്ക് ജീവനുണ്ട്. രക്ഷിക്കാൻ പറ്റിയില്ല. അത് മാത്രമുള്ള സങ്കടമായിട്ട് 3 അപകടങ്ങളൊക്കെ നടന്ന സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ആക്സിഡൻറ്റ് നടന്ന് നമ്മൾ ഇതൊന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ച് നമ്മൾ വരുമ്പോഴേക്കും മേലെ വേറെ വണ്ടി ഇടിക്കും. അങ്ങനെ ഒരു ദിവസം തുടർച്ച 3 അപകടങ്ങൾ ഒരു മണിക്കൂറിൻ്റെ ഇടവിട്ട് ഇവിടെ നടന്ന സംഭവങ്ങളുണ്ട്. അന്ന് മുതൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നതാണ് അധികാരികളുടെ അടുത്ത് ഇതിനെന്തെങ്കിലും ഒരു വഴി. കുറേ ഡിവൈഡർ കൊണ്ടുവന്ന് വെച്ചു. എന്ത് ഡിവൈഡർ? വെറുതെ ഒരു ബോർഡ്, ലൈൻ ബോർഡ് കൊണ്ടുവന്ന് വെച്ചു. അതിൽ ലോറികളും കാറുകളും ഇടിച്ചിട്ട് ആ അപകടം വേറെ. അങ്ങനെ ഒരു ഇതുവരെ ശാശ്വതമായ ഒരു പരിഹാരം ഇതിൽ ആരും കണ്ടിട്ടില്ല. ഡ്രഡ്ജർ വെച്ചിട്ട് റോഡ് കീറി. അപ്പോൾ ആ റോഡ് വീണ്ടും പഴയ പോലെ. ആ ഡ്രഡ്ജർ വെച്ച് കീറി ആ ഒരു മഴക്കാലം മാത്രം വലിയ അപകടമില്ലാതെ പോയി. വീണ്ടും റോഡ് മിൻസായി വീണ്ടും അപകടങ്ങൾ തുടങ്ങി. ഇപ്പോൾ ഒരു തുടർച്ചയായിട്ട് ഒരു 6 മാസമായിട്ട് സ്ഥിരമായിട്ട് അപകടങ്ങളാണ്. ഞങ്ങൾ പറഞ്ഞല്ലോ, ഇത് ഇത്രയും വലിയൊരു സീനായത് കൊണ്ടാണ് ഈ ചാനലുകാരും എല്ലാവരും ഇടപെട്ടത്. ഇതിൽ അറിയാതെ ഒറ്റപ്പെട്ടു പോയ സംഭവങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. കയ്യും കാലും പോയ സംഭവങ്ങളുണ്ട്. എന്താ പറയുക, ഞങ്ങൾ ഇവിടെ ലോഡിങ് പണി, ഞാൻ ഇവിടെ എനിക്കൊരു ഓർഡർ ഉണ്ട്. ആക്സിഡൻറ്റ് കേസുകൾ ഞങ്ങൾ ഇഷ്ടംപോലെ, ഈ നിൽക്കുന്ന ആൾക്കാരൊക്കെ എത്ര ആക്സിഡൻറ്റ് കേസ് കൊണ്ടുണ്ട്. ഇനി ഇതിൽ വേറെ കൂടുതൽ അറിവിട്ടുണ്ടെങ്കിൽ ഇസാപ്പ് ഹോസ്പിറ്റലിൽ അന്വേഷിച്ചാൽ മതി. കരിമ്പ പനയമ്പാടത്ത് മാത്രം എത്ര ഹോസ്പിറ്റൽ കേസുകൾ വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് തന്നെ ഒരു 4 മണിയാകുമ്പോൾ ഞങ്ങൾക്ക് ഒരു ശീലം, ഞങ്ങളത് കണ്ട് ചടച്ചു. ഓട്ടോ എടുക്കും. കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു KSRTC ഇവിടെ മറിയണ്ടായിരുന്നു. KSRTC ഇങ്ങനെ 100 വണ്ടി അങ്ങോട്ട് 100 വണ്ടി തിരിച്ചു കൊണ്ട് തന്നെ വീണു. ഞാൻ ഇവിടുന്ന് വണ്ടി ഇറങ്ങി ബ്രേക്ക് ഔട്ടിന് സൗണ്ട് കേട്ടിട്ടാണ് നോക്കിയത്. ഇതാ കടക്കാരൻ സാക്ഷിയാണ്.
ഞങ്ങൾ മറിഞ്ഞു വിചാരിച്ചു സത്യത്തിൽ. ആ വണ്ടി KSRTC ആയതുകൊണ്ട് വലിയ ഹൈറ്റില്ലാത്ത വണ്ടി ആയതുകൊണ്ട് മറിഞ്ഞില്ല. ഇവിടെ ഇന്റർലോക്ക് കാണുന്നുണ്ട്, ഈ ഇന്റർലോക്ക് അവിടെ ഉണ്ട്. മഴ ചാറിയ ഈ റോഡിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. കാരണം നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് വണ്ടികൾ തിരിഞ്ഞു വരിക. കാരണം നല്ല കുത്തനെയുള്ള കാറുകളൊക്കെ പറഞ്ഞാൽ വീതി ചെറിയ വണ്ടികളായതുകൊണ്ട് കറങ്ങി തിരിഞ്ഞിട്ട് വലിയ അപകടങ്ങളില്ലാതെ പോകും. ഹെവി വാഹനങ്ങളാകുമ്പോൾ ഈ വലിയ വലിയ ലോറികളൊക്കെ ആകുമ്പോഴാണ് തിരിഞ്ഞിട്ട് വേറെ വണ്ടിക്ക് അടിക്കില്ല. അതൊക്കെയാണ് ഇത് ചർച്ചകളിലും അപകടങ്ങളായി സ്ഥിരീകരിക്കുള്ളൂ. അല്ല ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് സത്യത്തിൽ ഇവിടെ ജീവിക്കാൻ തന്നെ ഈ ടൗണിൽ നിൽക്കാൻ തന്നെ സത്യത്തിൽ പേടിയാണ്. ഒന്നാമതൊന്നും ഇറങ്ങാൻ പോലും വഴിയില്ല, ചളിയാണ്. ഒന്ന് സൈഡ് ഒരു വണ്ടി നിർത്തിയിട്ട് ഇറങ്ങാൻ വഴിയില്ല. ഇതൊക്കെ പേവിങ് വെച്ച് അതേപോലെ ടൈൽസ് പതിച്ച നിലങ്ങളാണ് ഈ കാണുന്ന മൊത്തം. എന്താ കാര്യമുള്ളത്? ചെയ്യുന്ന വർക്ക് നേരമാണ് ചെയ്താലല്ലേ ഈ മണ്ണ് ഇവിടെ വരാതിരിക്കുള്ളൂ. ഇതൊക്കെ ഞങ്ങൾ പറയുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പോകും.